ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ലാലേട്ടന്റെ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന ലാലേട്ടൻ സിനിമ മലക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 12-ൽ പരം മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇപ്പോൾ സമയം വൈകിട്ട് 6 മണി. നാളെ അതിരാവിലെ 6:30-നാണ് കേരളത്തിൽ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത്. അതിനും അരമണിക്കൂർ മുന്നേ, അതായത് ഇന്ത്യൻ സമയം 6 മണിക്കാണ് USA-ലെല്ലാം തന്നെ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത്. ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന മലക്കോട്ടെ വാലിബൻ നാളെ ജനുവരി 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിനിമ വേറെ ലെവൽ ഹൈപ്പിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ സിനിമാ പ്രേമികളെല്ലാം തന്നെ ലിജോയും ലാലേട്ടനും ഒരുമിക്കുന്നു എന്നൊരു പേരിൽ വലിയ പ്രതീക്ഷയിലാണ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. മലക്കോട്ടെ വാലിബന്റെ ആദ്യ അഭിപ്രായം അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ്. ഒരു പ്രത്യേക ജോണർ ഇല്ലാത്ത ഫാന്റസി, ആക്ഷൻ, മാസ് എന്റർടൈനർ, പീരീഡ് ഡ്രാമ എന്നൊക്കെ വിളിക്കാവുന്ന മാസും ക്ലാസും നിറഞ്ഞ സിനിമയാണ് മലക്കോട്ടെ വാലിബൻ. ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഒരു വ്യത്യസ്തത പുലർത്തിയ മലക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നതും വ്യത്യസ്ത രീതിയിൽ തന്നെയാണ്. സാധാരണ മലയാളം പാനന്തൻ സിനിമകളെ സംബന്ധിച്ച്, ബിഗ് ബഡ്ജറ്റ് സിനിമകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രൊമോഷൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ കൊടുക്കും. ഒപ്പം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ വമ്പൻ ഹൈപ്പർ സിനിമകൾ നേടിയെടുക്കും. എന്നാൽ ഇവിടെ മലക്കോട്ടെ വാലിബന്റെ കാര്യത്തിൽ പ്രസ് മീറ്റും ഇന്റർവ്യൂസും അല്ലാതെ ഒരു പോസ്റ്റേഴ്സ് പോലും, കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ് പോലും സിനിമയുടേതായിട്ട് പുറത്തു വരുന്നില്ല. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നാളെ സിനിമ വരുന്നു എന്ന പേരിൽ ഈ കാണുന്ന ഒരു പോസ്റ്ററാണ് ഇന്ന് പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. പതിവ് പോലെ മറ്റെല്ലാ പോസ്റ്ററുകൾ പോലെ തന്നെ ഒരു കിടിലൻ പോസ്റ്റർ തന്നെയാണ് ഇന്നും പുറത്തു വന്നിരിക്കുന്നത്. മോളിവുഡിൽ നിന്നും ലാലേട്ടൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ട്വിറ്റർ സ്പേസ് ഇന്നലെ രാത്രി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എക്സൽ നടക്കുകയുണ്ടായി. അതുവഴി സിനിമ കൂടുതൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മറ്റും കൂടുതൽ പ്രേക്ഷകരിലേക്ക് സോഷ്യൽ മീഡിയ വഴി എത്തിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ടെൻഷൻ ഉണ്ടോ ലാലേട്ട എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡാനിഷിന്റെ ചോദ്യത്തോട് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ലാലേട്ടൻ സംസാരിച്ചത്. തനിക്കൊരു ടെൻഷനും ഇല്ല എന്നും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു സിനിമയാണ് എന്നൊരു വിശ്വാസമുണ്ട് എന്ന് കൂടി ലാലേട്ടൻ പറയുകയുണ്ടായി. മാസിനോടൊപ്പം ലിജോയുടെ ക്ലാസ് കൂടി ചേർന്ന ഒരു സിനിമ കൂടിയാണ് മലക്കോട്ടെ വാലിബൻ എന്ന ലാലേട്ടൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി സിനിമയുടെ കേരളത്തിലെയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെയും ബുക്കിംഗ് സ്റ്റാറ്റസിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ കേരളത്തിന് പുറത്ത് കർണാടകത്തിലാണ് സിനിമയ്ക്ക് വമ്പൻ ബുക്കിംഗ്. ബംഗളൂരു നഗരത്തിലടക്കം വമ്പൻ ബുക്കിംഗ് ആണ് നടക്കുന്നത്. അത് രാവിലെ എല്ലാം തന്നെ ഷോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മുംബൈയിൽ പോലും സിനിമയ്ക്ക് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് കാണുന്നു. കൊച്ചിയിലാണെങ്കിൽ ഏകദേശം 200-നടുത്ത് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസും അതോടൊപ്പം തന്നെ ഏകദേശം 10-ൽ പരം സോൾഡ് ഔട്ട് ഷോസ് എല്ലാം തന്നെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ ഷോകൾ കളിക്കുന്ന മലയാളം സിനിമ, അതോടൊപ്പം തന്നെ ഓവർസീസ് രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ സ്ക്രീനുകളിൽ റെക്കോർഡ് റിലീസോടെ എത്തപ്പെടുന്ന മലയാളം സിനിമ എന്നൊരു പ്രത്യേകത കൂടി മലക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്കുണ്ട്. ഇതെല്ലാം തന്നെ പറയുമ്പോഴും ഏകദേശം ഒരു വർഷം മുന്നേ സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ച ഒരു പാനന്തൻ റിലീസ് ആയിരിക്കില്ല സിനിമയ്ക്കെന്നും സിനിമയുടെ മറ്റ് ഭാഷാ പതിപ്പുകൾ അടുത്തയാഴ്ച മുതൽ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും മലക്കോട്ടെ വാലിബൻ നാളെ റിലീസ് ചെയ്യുമ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. ഒപ്പം തന്നെ ആദ്യ ഷോയുടെ അഭിപ്രായങ്ങൾ കേട്ട്, കൂടുതൽ വീഡിയോകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.